എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു തോരനാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരൻ. മഷ്റൂം വെച്ചിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂൺ തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മഷ്റൂം അരിഞ്ഞിട്ട് നമ്മൾ ഈ മഞ്ഞൾ വെള്ളത്തിലാണ് ഇട്ട് വെക്കേണ്ടത്. ഞാനിവിടെ 2 പാക്കറ്റ് കൂണും കൊണ്ടാണ് തോരൻ വയ്ക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോളം ഉണ്ട് കൂണ്. അപ്പോൾ കൂണിൻ്റെ പുറത്ത് ഒരു പാട പോലെ ഉണ്ടാവും, അത് ഞാൻ കളയുന്നുണ്ട്. അത് കളയാതെ കറി വയ്ക്കുന്നവരും ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ പറമ്പിൽ കൂണുണ്ടാകുമ്പോൾ ആ കൂണിൻ്റെ പുറത്തുള്ള പാട പോലെയുള്ളത് കളയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ അതങ്ങനെ ചെയ്യുന്നത്. പിന്നെ കൂണിൻ്റെ അകത്തുള്ള കറുപ്പും കുറച്ച് ഇന്ന് കളയുന്നുണ്ട്. കറുപ്പ് നിറത്തിലുള്ള ഒരു ഇതുണ്ട്, അത് ഞാൻ കളയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പ്രാവശ്യം വീട്ടിലെ പറമ്പിൽ ഇങ്ങനെ കൂണുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കൂണുണ്ടായിട്ട് അത് പറിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കൂണുണ്ടായി നിൽക്കുന്നത് കാണാൻ. നല്ല വെള്ള നിറത്തിന് ദൂരേന്ന് കാണാൻ നമുക്ക് കുട ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുന്ന പോലെ പല സൈസിലുള്ള കൂണുണ്ടാവും അന്നേരം. അപ്പോൾ നമ്മളിങ്ങനെ പോയി പറിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു പ്രത്യേകതയാണ്. എന്നിട്ട് ഈ കൂണുണ്ടായി നിൽക്കുമ്പോൾ നമ്മൾ ഉറക്കെ വിളിച്ച് ആരോടും പറയാൻ പാടില്ല എന്നൊക്കെ പറയും. കൂണുണ്ടായി നിൽക്കണമെന്നൊക്കെ, അതൊക്കെ പതുക്കെ പോയി പറയണമെന്നാണ് പറയണം മറ്റുള്ളവരോട്. അതേപോലെ കൂണുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഇടിവെട്ട്, ഒരു പ്രത്യേക സൗണ്ട്. ആ ഇടി വെട്ടുമ്പോൾ പറയും ഇത് കൂണുണ്ടാവാനുള്ള ഇടിവെട്ടാന്ന്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ പുറകിലെ സയൻസ് എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ പറമ്പിലുണ്ടാകുന്ന കൂണ് കഴിക്കാനായിട്ട്. ഇപ്പം ഞാനിപ്പോൾ ഫുൾ കൂണ് മഞ്ഞൾ വെള്ളത്തിലിട്ടുണ്ട്. ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് കഴുകി വേറെ നല്ല വെള്ളത്തിൽ കഴുകി നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കണം. മുളക് പൊടി ചേർത്തിരിക്കുന്നത് ഞാൻ 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു എരിവ് ഉണ്ടാവും ഈ മഷ്റൂം തോരൻ. അപ്പോൾ 4 ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും എരിവ് വേണ്ടെങ്കിൽ 3 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ മുളക് പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക. അതിനുശേഷം കഴുകി വെള്ളം നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത മഷ്റൂം അതിലേക്ക് ഇടണം. തേങ്ങാപ്പീര 1 കപ്പ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിടുക. അതിനുശേഷം ഒന്ന് കവർ ചെയ്ത് വയ്ക്കും. ഞാനിപ്പോൾ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. 1 മിനിറ്റ് കഴിയുമ്പോൾ അടുപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിടണം. ഇപ്പം മഷ്റൂമിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്.
വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കവർ ചെയ്ത് 1 മിനിറ്റും കൂടെ ഒന്ന് വെക്കണം. ഇനി അടപ്പ് തുറന്നിട്ട് വീണ്ടും ഇളക്കിയിടണം. ഇനി കൂണ് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് ആ കൂണിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റിച്ച് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ നോക്കുക, എന്നിട്ട് ചേർക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കൂണ്. വേറൊരു കറിയുടെ ആവശ്യമില്ല. കൂണും ചോറും കൂടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. കൂണിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കൂണ്. മഷ്റൂം തോരൻ റെഡി ആയിട്ടുണ്ട്.